നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 നടക്കാൻ പോകുന്ന മഹാശനി മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2025 മാർച്ച് മാസം 29-ാം തീയതി മുതലാണ് മഹാശനി മാറ്റം സംഭവിക്കാൻ പോകുന്നത്. 2.5 വർഷത്തോളമാണ് ശനി ഒരു രാശിയിൽ കാണപ്പെടുന്നത്. നിലവിൽ കുംഭം രാശിയിലാണ് ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 2025 മാർച്ച് 29-ാം തീയതി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്കുള്ള ശനിയുടെ സഞ്ചാരമാണ് മഹാശനി മാറ്റം. മീനം രാശിയിലേക്കുള്ള ശനിയുടെ സഞ്ചാരം 5 രാശിക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങളും നേട്ടങ്ങളും ലഭിക്കുന്നു. ആ 5 രാശികൾ ഏതൊക്കെയാണ്? ശനിയുടെ സഞ്ചാരമാറ്റം മൂലം ഗുണനേട്ടങ്ങൾ ലഭിക്കുന്ന 5 രാശിക്കാരാണ് ഇടവം രാശി, കർക്കിടക രാശി, തുലാം രാശി, വൃശ്ചികം രാശി, മകരം രാശി. ഈ 5 രാശിയും അതിൽ വരുന്ന നക്ഷത്രങ്ങൾക്കും മഹാശനിമാറ്റം മൂലം ഗുണഫലങ്ങൾ ലഭിക്കാം. ഇടവം, കർക്കിടകം, തുലാം, വൃശ്ചികം, മകരം രാശികളാണ് ഈ 5 രാശികൾ. ആദ്യമായി ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, രോഹിണി, മകീരം. ഇടവം രാശിക്കാർക്കും ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകീരം എന്നീ ജാതകർക്കും ശനിയുടെ കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്കുള്ള സഞ്ചാരമാറ്റം മൂലം ഗുണഫലങ്ങളും നേട്ടങ്ങളും ലഭിക്കുന്നു. ഇടവം രാശിക്കാരുടെ 11-ാം ഭാവത്തിലേക്കാണ് 2025 മാർച്ച് 29-ന് ശനി സഞ്ചരിക്കാൻ പോകുന്നത്. 11-ാം ഭാവത്തിലേക്കുള്ള ശനിയുടെ സഞ്ചാരം ഇടവം രാശിക്കാർക്ക് ഗുണം ചെയ്യും. ഇടവം രാശിക്കാർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധികളാണ് കടബാധ്യത, സാമ്പത്തിക പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ, വരുമാനം, അങ്ങനെ കുറേയേറെ നിലനിൽപ്പിൻ്റെതായ പ്രശ്നങ്ങൾ ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്തരം മാനസിക ക്ലേശ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് നല്ലൊരു മാറ്റമാണ് വരുന്നത്. 2025 മാർച്ച് മാസം മുതൽ ഇതിൽ നിന്നെല്ലാം പരിഹാരവും മോചനവും ലഭിക്കുന്ന കാലവും സമയങ്ങളുമാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത്. സമയം അനുകൂലമാകാൻ പോകുമ്പോഴാണ് അതിനു മുന്നേ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങേണ്ടത്. ഉദ്യോഗാർത്ഥികൾ, തൊഴിലന്വേഷിക്കുന്നവർ, മത്സര പരീക്ഷകൾ എഴുതുന്നവർ ഇവരെല്ലാം പരിശ്രമിക്കുകയാണെങ്കിൽ നല്ലൊരു സമയം നിങ്ങൾക്ക് മുന്നിലുണ്ട്. തൊഴിൽ നേട്ടത്തിനായി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് തൊഴിൽ നേടാനാകും. അതുവഴി സാമ്പത്തിക പ്രതിസന്ധികളും പ്രയാസങ്ങളും നിങ്ങൾക്ക് മറികടക്കാനാകും. ബിസിനസ് ചെയ്യുന്നവർക്കും നല്ല സമയമാണ് ഇനി വരുന്നത്. സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, കടബാധ്യത എന്നിവയിൽ നിന്ന് മോചനം സാധ്യമാകുന്നു. രണ്ടാമതായി കർക്കിടക രാശി. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, പൂയം, ആയില്യം. കർക്കിടക രാശിക്കാർക്ക് 2025 മാർച്ച് മാസത്തിലെ 29-ാം തീയതി നടക്കുന്ന ശനിമാറ്റം ഗുണഫലങ്ങൾ നൽകുന്നവയാണ്. കർക്കിടക രാശിക്കാരുടെ 9-ാം ഭാവത്തിലേക്കാണ് ശനി സഞ്ചരിക്കുന്നത്. ആയതിനാൽ കർക്കിടക രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഭാഗ്യദോഷങ്ങളാൽ മനക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാശിക്കാർക്ക് ഏറെ ഗുണഫലങ്ങൾ നേടാൻ സാധിക്കുന്ന വർഷമാണ് മഹാശനിമാറ്റം മൂലം നിങ്ങൾക്ക് സാധ്യമാകുന്നത്. ഈശ്വര കടാക്ഷം, ഈശ്വര അനുഗ്രഹങ്ങൾ എന്നിവ ലഭിക്കുന്നു. ഈ സമയങ്ങളിൽ ക്ഷേത്ര സന്ദർശനങ്ങൾ, ദീർഘദൂര യാത്രകൾ എന്നിവ വഴി നിങ്ങൾക്ക് ഭാഗ്യനേട്ടങ്ങൾ സാധ്യമാകും. തൊഴിലിൽ തടസ്സങ്ങൾ നേരിട്ടവർക്ക് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ബിസിനസ്, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയിലും ഗുണഫലങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഈശ്വര കടാക്ഷവും ഉണ്ടാകും. നിങ്ങളുടെ കർമ്മ പ്രവൃത്തി മേഖലയിൽ ശ്രദ്ധ ചെലുത്തിയാൽ ഭാഗ്യനേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. മഹാശനിമാറ്റം നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ നേടിത്തരുന്നു.
അതിനായി നിങ്ങളുടെ കർമ്മപ്രവൃത്തി മേഖലയിൽ നല്ല പരിശ്രമങ്ങൾ വരുത്താൻ ശ്രമിക്കേണ്ടതാണ്. അടുത്ത രാശിയാണ് തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര, ചോതി, വിശാഖം. 2025 മാർച്ച് 29 കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്കുള്ള ശനിമാറ്റം തുലാം രാശിക്കാർക്ക് ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. തുലാം രാശിയുടെ 6ാം ഭാവത്തിലേക്കാണ് ശനിമാറ്റം സംഭവിക്കുന്നത്. 6ാം ഭാവത്തിലേക്കുള്ള ശനിയുടെ സഞ്ചാരം തുലാം രാശിക്കാരുടെ കർമ്മ, പ്രവൃത്തി, ജോലി എന്നിവയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നതാണ്. നിങ്ങളുടെ പ്രവൃത്തികളിൽ വിജയം കാണുന്ന സമയമാണ്. ശനിമാറ്റം മൂലം തൊഴിലിൽ പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ അനുകൂലമായ കാലമാകുന്നു. ബിസിനസ് സംരംഭങ്ങളിൽ ഉയർച്ചയും സാമ്പത്തികമായി നേട്ടവും കൈവരിക്കാൻ സാധിക്കും. പുതിയ ബിസിനസ് എന്നിവ തുടങ്ങാനും സഹായകമാകും. കടബാധ്യത, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പൊതുവെ ശനിമാറ്റം ഈ രാശിക്കാർക്ക് അനുകൂലമാണ്. 6ാം ഭാവത്തിലേക്കുള്ള ശനിമാറ്റം ശത്രുശമനത്തിന് സഹായിക്കുന്നു. ശത്രുക്കളുടെ ഉപദ്രവങ്ങളും തടസ്സങ്ങൾക്കും പരിഹാരമുണ്ടാകുന്ന സമയം കൂടിയാണ്. തൊഴിലിടങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഉണ്ടാകുന്ന ശത്രുക്കളുടെ ശത്രുതാ മനോഭാവം കുറയാൻ ഇടവരുന്ന കാലഘട്ടമാണ് തുലാം രാശിക്കാർക്ക്. ആയതിനാൽ കർമ്മ, പ്രവൃത്തി മേഖലയിൽ ഏറെ ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോയാൽ വിജയം നേടാൻ സാധിക്കും. മഹാശനിമാറ്റം മൂലം ഗുണഫലങ്ങൾ ലഭിക്കുന്ന മറ്റൊരു രാശിയാണ് വൃശ്ചികം രാശി. വൃശ്ചികം രാശിയും അതിൽ വരുന്ന നക്ഷത്ര ജാതകർക്കും ഗുണഫലങ്ങൾ ലഭിക്കുന്നു. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, അനിഴം, തൃക്കേട്ട. 2025 മാർച്ച് 29 നടക്കുന്ന മഹാശനിമാറ്റം വൃശ്ചികം രാശിക്കാർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നു. 5ാം ഭാവത്തിലേക്കാണ് ശനിയുടെ സഞ്ചാരമാറ്റം ഇവിടെ നടക്കുന്നത്. 5ാം ഭാവം സന്താന ഭാവമാണ്. സന്താനങ്ങൾക്ക് ഗുണം ലഭിക്കുന്നു. സന്താനങ്ങളുടെ പഠനം, വിദ്യാഭ്യാസം, ജോലി, വിവാഹം, കുടുംബജീവിതം എന്നിവയിൽ അനുകൂലമായ ഗുണഫലങ്ങൾ ലഭിക്കാൻ ഇടയാകും. കുടുംബ ബന്ധങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കാനും അനുകൂലമായ സമയമായിട്ടാണ് ശനിയുടെ രാശിമാറ്റം ഇടയാക്കുന്നത്. ആയതിനാൽ കുടുംബ പ്രശ്നങ്ങൾക്കും ദാമ്പത്യ പ്രശ്നങ്ങൾക്കും മാറ്റങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ്. പഠനം, ഉപരിവിദ്യാഭ്യാസം, ജോലി എന്നിവയിൽ പുരോഗതി കൈവരിക്കാം. ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും സ്വപ്രയത്നത്തിലൂടെ കൂടുതൽ വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ സന്താനങ്ങളിൽ ഐക്യവും സന്തോഷവും നിലനിൽക്കാൻ സഹായകമാകുന്ന കാലഘട്ടം കൂടിയാണ് വരുന്നത്. കുടുംബ ബന്ധങ്ങളിൽ ഐക്യവും സന്തോഷവും പുലർത്തിയാൽ ശനിമാറ്റം കൊണ്ടുള്ള ഗുണഫലങ്ങൾ നേടാൻ സാധിക്കുന്നതാണ്. മഹാശനിമാറ്റം മൂലം ഗുണഫലങ്ങളും നേട്ടങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന 5ാമത്തെ രാശിയാണ് മകരം രാശി. 2025 മാർച്ച് 29 കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്കുള്ള ശനിയുടെ മാറ്റം മകരം രാശിക്കാർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കാൻ ഇടയാക്കും. മകരം രാശിക്കാരുടെ 3ാം ഭാവത്തിലേക്കാണ് ശനിമാറ്റം സംഭവിക്കുന്നത്. 3ാം ഭാവം സഹോദര ഭാവമായാണ് കണക്കാക്കുന്നത്. മകരം രാശിയിൽപ്പെട്ടവർക്ക് സഹോദര ഗുണം ലഭിക്കാൻ ഇടയുള്ള സമയമാണ് ഈ കാലഘട്ടം. സഹോദരീ സഹോദരന്മാരിൽ നിന്ന് സഹായം, കർമ്മ, പ്രവൃത്തി, തൊഴിൽ എന്നിവയിൽ നിന്നും സഹോദര സഹായങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബം, യാത്ര, തൊഴിൽ എന്നിവയിൽ സഹോദര ഗുണം ലഭിക്കാം. കുടുംബത്ത് ബന്ധുഗുണങ്ങൾ ലഭിച്ചേക്കാനും സാധ്യതയുണ്ട്. ആയതിനാൽ ഈ രാശിക്കാർ അവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും മിതത്വം പാലിച്ചാൽ സഹോദര സ്നേഹവും ബഹുമാനവും ബന്ധുഗുണവും ലഭിക്കാം. കുടുംബ ബന്ധങ്ങളിലെ ശത്രുതാ നിലപാടുകളും മനോഭാവങ്ങൾക്കും അറുതി വരുത്താൻ കഴിയുന്ന സമയം കൂടിയാണ്. നിങ്ങളുടെ ഉയർച്ചയിൽ ബന്ധുജനങ്ങളുടെ പ്രശംസയും ആദരവും
നേടിയെടുക്കാൻ സാധിക്കുന്ന കാലഘട്ടമാണ് മഹാശനിമാറ്റം മൂലം വരാനിടയുള്ളത്. ആയതിനാൽ ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ഐക്യവും സ്നേഹവും നിലനിർത്തിയാൽ നേട്ടഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവയോഗ്യമാക്കി തീർക്കാം. മഹാശനിമാറ്റം 2025 മാർച്ച് മാസം 29-ാം തീയതി നടക്കാൻ പോകുകയാണ്. 5 രാശിക്കാർക്കാണ് ശനിമാറ്റം മൂലം നേട്ടഫലങ്ങൾ ലഭിക്കുന്നത്. ഇടവം, കർക്കിടകം, തുലാം, വൃശ്ചികം, മകരം രാശിക്കാർക്ക് ഇതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കാൻ ഇടയുള്ള സമയമായതിനാൽ നിങ്ങളുടെ സംസാരം, കർമ്മ, പ്രവൃത്തി, വിദ്യാഭ്യാസം, തൊഴിൽ, ബിസിനസ്, കുടുംബം, സഹോദര ബന്ധം എന്നിവയിൽ ഏറെ ശ്രദ്ധിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിച്ചാൽ ഏറെ ഗുണഫലങ്ങളും സന്തോഷവും നേടാൻ സാധിക്കുന്ന കാലഘട്ടമാക്കി ഈ ശനിമാറ്റത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ.